നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. കത്ത് വിവാദം CPM രാഷ്ട്രീയത്തിൽ കത്തിപ്പടരുന്നു. പത്തനംതിട്ടയിലെയും കണ്ണൂരിലെയും പാർട്ടി സഖാക്കൾ തമ്മിൽ പോരടിക്കുമ്പോൾ അത് CPMന്റെ ഉൾപാർട്ടി പോരിലേക്കും വെളിച്ചം വീശുന്നു. MP രാജേഷ്, തോമസ് ഐസക്, P ശ്രീരാമകൃഷ്ണൻ എന്നിവരുടെ ബെനാമിയാണ് രാജേഷ് കൃഷ്ണ എന്ന് ആരോപിച്ച് 2 വർഷം മുൻപ് DGPക്ക് നൽകിയ പരാതിയും പുറത്തായിരിക്കുകയാണ്. രാജേഷ് കൃഷ്ണയ്ക്ക് MV ഗോവിന്ദന്റെ ഇടപാടുകൾക്ക് തെളിവുണ്ടെന്ന് മന്ത്രി MP രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണമെത്തിയെന്നും പരാതിക്കാരൻ പറയുമ്പോൾ അത് പ്രതിപക്ഷത്തിന് പാർട്ടിക്കെതിരെ പുതിയ ആയുധമാവുകയാണോ? ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇതിലൊക്കെ ഹവാലയും റിവേഴ്സ് ഹവാലയും ഉണ്ടെന്നാണ്. കത്ത് വിവാദത്തിൽ അസംബന്ധമാണെന്ന് പറഞ്ഞ് CPM നേതാക്കൾക്ക് പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറാനാകില്ല എന്നും വി.ഡി. സതീശൻ പറയുന്നു. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പ്രധാനപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാകൂ. നിരപരാധികളെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാവുന്നതേ ഉള്ളൂ. മറുപടി പറയാതെ ഒഴിഞ്ഞു പോകുന്നത് സ്ഥിരം തന്ത്രമാണ്. ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് ഇതുപോലെ ആരോപണങ്ങളെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പറഞ്ഞ അദ്ദേഹം നേരത്തെ ഉമ്മൻചാണ്ടിക്കെതിരെ വരെ എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ചോദിക്കുകയാണ്. CPM നേതാക്കൾക്ക് എതിരെ ഗുരുതരമായ ആരോപണങ്ങളുള്ള കത്ത് കോടതിയിൽ രേഖയായി മാറിയ പശ്ചാത്തലം കൂടി നമ്മൾ കാണണം. പാർട്ടിക്ക് കിട്ടിയ കത്താണ് കോടതിയിലെത്തിയത്. ഇങ്ങനെ ഒരു കത്തില്ലെന്നോ ആളെ അറിയില്ലെന്നോ ഉള്ള പ്രതിരോധം നേതാക്കൾക്കില്ല. ലണ്ടനിൽ മണിയടിക്കാൻ പോയപ്പോഴും പ്രവാസി ചിട്ടി ഫണ്ടിന് പോയപ്പോഴും സാന്നിധ്യമായ ആളുകളാണ് ആരോപണ വിധേയൻ എന്നതുകൂടി ഓർക്കണം. മകനെതിരെ ആരോപണം ഉയർന്നിട്ടും മകന് ഇയാളുമായി ബന്ധമില്ലെന്ന് പറയാൻ പാർട്ടി സെക്രട്ടറി ധൈര്യപ്പെടുന്നുമില്ല. എല്ലാം പച്ചക്കള്ളമെന്ന പതിവ് മറുപടിയിൽ എത്രനാൾ മുന്നോട്ട് പോകാനാകും CPM നേതാക്കൾക്ക്? പരിശോധിക്കാം 9 മണി വാർത്തയിൽ തലക്കെട്ടുകൾ. ട്രംപ് സെലൻസ്കി നിർണായക കൂടിക്കാഴ്ച അല്പസമയത്തിനകം. യുക്രൈൻ റഷ്യ യുദ്ധം ചർച്ചയ്ക്ക് പ്രവിശ്യകൾ വിട്ടുകൊടുത്തുള്ള ഒത്തുതീർപ്പിനില്ലെന്ന് സെലൻസ്കി. പിന്തുണച്ച് യൂറോപ്യൻ നേതാക്കൾ. മോദിയെ വിളിച്ച് അലാസ്ക ചർച്ചയുടെ വിശദാംശങ്ങൾ പങ്കുവച്ച് വ്ളാഡിമിർ പുടിൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ വിമർശനം കടുപ്പിച്ച് കോൺഗ്രസ്. ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പരാജയമെന്ന ആരോപണം. ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാൻ UPA കക്ഷികൾ. രാഹുലിന്റെ വോട്ട് അധികാർ യാത്ര തുടരുന്നു. UPAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി നാളെ. BJPയുടെ സമവായ നിർദ്ദേശം തള്ളി CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കില്ലെന്ന് സ്റ്റാലിനും. പ്രധാനമന്ത്രിയെ കണ്ട് നിയുക്ത സ്ഥാനാർത്ഥി. കത്ത് വിവാദത്തിൽ പ്രതിരോധത്തിൽ CPM പ്രതികരിച്ച നേതാക്കൾ. അദ്ദേഹത്തിന്റെ ആക്ഷേപം എന്തോ ബിനാമി നിക്ഷേപം ഉണ്ടെന്നുള്ളതാണ്. അതാണ് അത് പിൻവലിച്ചു മാപ്പ് പറഞ്ഞെങ്കിൽ വിടത്തില്ല. അതിന് ആരും സംശയം വേണ്ട. അത് വെറുതെ വിടാൻ തീരുമാനിച്ചു. ഞാനിവിടെ ഉണ്ടല്ലോ, നാളെയും ഇവിടെ ഉണ്ടാവും. അവതാരങ്ങളാണെന്ന് പറഞ്ഞു നടക്കുന്നത് പാർട്ടിക്കകത്ത് അവർക്ക് വേറെ സ്വാധീനമൊന്നുമില്ല. കത്ത് പുറത്തു വന്നത് CPMലെ ഉൾപാർട്ടി പോരിന്റെ ഭാഗമായെന്ന് ഷർഷാദ് ന്യൂസ് 18നോട്. ജനറൽ സെക്രട്ടറിക്ക് ഞാനൊരു പേഴ്സണൽ മെയിൽ അയക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ മെയിൽ ID MA Baby 83 67 അങ്ങനെ എന്തോ ഒരു മെയിൽ ID ഉണ്ട്. പേഴ്സണൽ മെയിൽ ID ആണ്. വേറെ ഒരാൾക്ക് ഒരു CCU ഇല്ല. അപ്പൊ അത് എവിടുന്ന് ലീക്കായി ഇത്ര ദിവസം കൊണ്ട്? ഏതന്വേഷണവും നടക്കട്ടെ എന്ന് രാജേഷ് കൃഷ്ണ. വിവാദത്തിന് പിന്നിൽ കുടുംബ വഴക്കെന്ന് ഷർഷാദിന്റെ മുൻ ഭാര്യ. റാപ്പർ വേടനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി 2 യുവതികൾ കൂടി. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വേടൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതിയിൽ. കേസിൽ കക്ഷി ചേരാനുള്ള അതിജീവിതയുടെ ഹർജി ഹൈക്കോടതി അംഗീകരിച്ചു. നിയമസഭയിലേക്ക് MP-മാർ മത്സരിക്കരുതെന്നു K മുരളീധരൻ. പാർട്ടി തീരുമാനം MP-മാർ മത്സരിക്കേണ്ടെന്ന് മുരളി. സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊന്നും പാർട്ടി കടന്നിട്ടില്ല. നിലവിലുള്ള നിയമം അനുസരിച്ച് MP-മാർ MLA-മാരായിട്ട് മത്സരിക്കാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് പാർട്ടി തീരുമാനിച്ചത്. പ്രതികരണം. MP-മാർ മത്സരിക്കുമെന്ന ന്യൂസ് 18 വാർത്തയിൽ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ TP രാമകൃഷ്ണൻ. ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അട്ടിമറിച്ചതായി ആരോപണം. ആഭ്യന്തര വകുപ്പിന് നൽകിയ പരാതി പോലീസ് തലപ്പത്തുള്ളവരടക്കം പണം വാങ്ങി ഒതുക്കിയെന്ന് സഹോദരൻ. 16 പ്രാവശ്യം സഭാസിനെ ചോദ്യം ചെയ്തു, കിട്ടില്ല. ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് എന്താ കുഴപ്പം? അവരൊക്കെ വലിയ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരാണല്ലോ. അവരൊന്നും വിചാരിച്ചിട്ട് എന്താ ഒന്നും മിണ്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാര്യം? അന്നത്തെ കോച്ചിങ് ട്യൂഷൻ കൊടുത്ത് ഡീസൻ്റായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇപ്പം
മുഴുവൻ തെളിവും കൈമാറിയിട്ടും കേസെടുത്തത് 70 ദിവസത്തിന് ശേഷം സമഗ്ര അന്വേഷണത്തിന് കോടതിയെ സമീപിക്കാൻ പ്രവീൺ. പാൽ വില വർദ്ധിപ്പിക്കാൻ മിൽമ. ഓണത്തിനു ശേഷം വില വർധന പഠിക്കാൻ സമിതി. വെളിച്ചെണ്ണ വില ഇനിയും കുറയുമെന്ന് മന്ത്രി GR അനിൽ. വിദ്യാർത്ഥിനിയുടെ കർണപുടം അടിച്ചു പൊട്ടിച്ചെന്ന പരാതിയിൽ പ്രധാന അധ്യാപകൻ അവധിയിൽ പ്രവേശിച്ചു. റിപ്പോർട്ട് ചോദിച്ച് വിദ്യാഭ്യാസ മന്ത്രി. കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധ മാർച്ച്. ഉറപ്പായിട്ടും വലിയ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. കുറച്ച് ദിവസങ്ങളായി മാച്ചസ് കളിച്ചിട്ട്. അപ്പോൾ IPL കഴിഞ്ഞിട്ട് വലിയ കോമ്പറ്റീറ്റീവ് ഗെയിംസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ടൂർണമെന്റ് നടക്കുമ്പോൾ ഒരു ഏഷ്യ കപ്പിന് മുമ്പായിട്ടുള്ള നല്ലൊരു പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നു. കേരള ക്രിക്കറ്റിനായി പരമാവധി സമയം ഉപയോഗിക്കുമെന്ന് സഞ്ജു സാംസൺ. ഏഷ്യ കപ്പ് ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും താരം. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച ഉടൻ. വളരെ നിർണായകമായ കൂടിക്കാഴ്ചയാണ്. 3-3.5 വർഷമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധം. അത് അവസാനിപ്പിക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇരുവരും തമ്മിൽ, അമേരിക്കൻ പ്രസിഡന്റും യുക്രൈൻ പ്രസിഡന്റും തമ്മിൽ അല്പസമയത്തിനകം, ഏതാണ്ട് ഇന്ത്യൻ സമയം 10:30 മണിയോടുകൂടി കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് റഷ്യൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തുകയും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും മറ്റും ചെയ്തത്. വൈറ്റ് ഹൗസിലാണ് കൂടിക്കാഴ്ച. സമാധാന ഉടമ്പടിക്ക് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഏതൊക്കെ യുക്രൈൻ അംഗീകരിക്കുമെന്നത് നിർണായകമാകും. പ്രവിശ്യകൾ നൽകിയുള്ള വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിൽ യുക്രൈൻ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ സെലൻസ്കിക്കുണ്ട്. ഒപ്പം ഈ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിവിധ യൂറോപ്യൻ രാഷ്ട്ര തലവന്മാരും ട്രംപുമായി ചർച്ച നടത്തും. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ് VR കാർത്തിക്. സുപ്രധാനമായൊരു കൂടിക്കാഴ്ചയാണ്, സംശയമില്ല. പക്ഷേ ഈ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും നേരത്തെ പുടിനുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം സെലൻസ്കി അംഗീകരിക്കുമെന്നുള്ളതാണ് നോക്കി കാണേണ്ടത്. തീർച്ചയായും 3.5 വർഷമായി നീണ്ടു നിൽക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം, ആ യുദ്ധത്തിന് ഒരു സമാധാന ഉടമ്പടിയിലൂടെ പരിസമാപ്തി ഉണ്ടാകുമോ? അതിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നത്. അലാസ്കയിൽ പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയുടെ 2ാം ഘട്ടം ഇന്ന് നടക്കുകയാണ്. അല്പസമയത്തിനകം വൈറ്റ് ഹൗസിൽ സെലൻസ്കി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. സെലൻസ്കി അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞു. ആദ്യഘട്ട ചർച്ചകൾ എന്ന തലത്തിൽ US-ന്റെ പ്രത്യേക പ്രതിനിധി, യുക്രൈന്റെ ചുമതലയുള്ള US-ന്റെ പ്രത്യേക പ്രതിനിധി കെയ്ത്ത് കെല്ലോക്കുമായി അദ്ദേഹം ചർച്ച നടത്തി. ആ ചർച്ചയിലേക്ക് അദ്ദേഹം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് സെലൻസ്കി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ, യുക്രൈന് എന്ത് തരത്തിലുള്ള സുരക്ഷാ ഗ്യാരണ്ടികളാണ് US മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ്. വരുന്ന മണിക്കൂറുകളിലെ ചർച്ചയ്ക്കുള്ള ദിശാസൂചി കൂടിയാണത്. യുക്രൈന് എന്ത് തരത്തിലുള്ള സംരക്ഷണമാണ് US ഉറപ്പ് നൽകുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും വരും മണിക്കൂറുകളിൽ ചർച്ചകൾ നിർണായകമാവുക. 10:45 കൂടിയാണ്, ഇന്ത്യൻ സമയം 10:45 കൂടിയാണ് ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച നടക്കുക. അതിനുശേഷം 2 മണിക്കൂർ കഴിയുമ്പോൾ യൂറോപ്യൻ നേതാക്കളുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തും. അത് ഏറ്റവും ശ്രദ്ധേയമാണ്. കാരണം വൈറ്റ് ഹൗസിൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ എന്തൊക്കെ എന്ന ആകാംക്ഷ നേരത്തെ തന്നെ ലോകത്തിനുണ്ട്. അലാസ്കയിൽ ട്രംപ് പുടിൻ കൂടിക്കാഴ്ച നടക്കുമ്പോൾ തന്നെ സെലൻസ്കി യൂറോപ്യൻ നേതാക്കളുമായി, വിവിധ രാഷ്ട്രത്തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവരുടെ പിന്തുണ തേടിയിരുന്നു. അവർ പല ഘട്ടങ്ങളിലായി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രവിശ്യകൾ വിട്ടു നൽകിക്കൊണ്ടുള്ള വിട്ടുവീഴ്ചയ്ക്ക് എതിരായിരുന്നു യൂറോപ്യൻ നേതാക്കളുടെ പ്രതികരണം. അതടക്കം ഉള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയണം. സ്വാഭാവികമായും ഈ യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. 1, യുക്രൈൻ്റെ നാറ്റോ അംഗത്വം. 2, ക്രിമിയ 2014 മുതൽ റഷ്യയുടെ അധീനതയിലാണ്. ആ റഷ്യയുടെ അധീനതയിലുള്ള സ്ഥലത്തിന് ഒരു പരമാധികാരം എന്ന നിലയിൽ അത് റഷ്യയുടെ സ്ഥലമായി എന്നുള്ള പരമാധികാരം യുക്രൈൻ അംഗീകരിക്കണം. അതോടൊപ്പം തന്നെ ഡൊണസ്ക് മേഖല, അതായത് യുക്രൈൻ്റെ പടിഞ്ഞാറൻ മേഖലയാണ് അവരുടെ തന്ത്രപ്രധാന മേഖല. ലുഹാൻസ്ക്, ഡൊണസ്ക്, അതോടൊപ്പം തന്നെ സാപ്പോറിസ, കാർക്കേവ് അടക്കമുള്ള മേഖലകൾ, ആ മേഖലകളിൽ ഇപ്പോൾ റഷ്യ ഏതാണ്ട് 90% അവരുടെ അധീനതയിലാണ്, റഷ്യൻ പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ മേഖലകൾ വിട്ടു നൽകിക്കൊണ്ടുള്ള ഒരു ധാരണയിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത് എന്നതാണ് നിർണായകം. അത്തരത്തിലൊരു നിബന്ധനയാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ സ്വാഭാവികമായും യുക്രൈൻ അത് അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. അത് നേരത്തെ അവരുടെ പ്രതികരണങ്ങളിൽ വ്യക്തമാണ്. അല്പം മുമ്പ് ഏറ്റവും ഒടുവിൽ ട്രൂത്ത് സോഷ്യലിലൂടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് നാറ്റോ മോഹങ്ങളും ക്രിമിയ അടക്കമുള്ള മോഹങ്ങളും ഉപേക്ഷിക്കണം എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാഭാവികമായും അക്കാര്യങ്ങളിലൊക്കെ എന്ത് വിട്ടുവീഴ്ച
വിട്ടുവീഴ്ചകൾക്ക് യുക്രൈൻ തയ്യാറാകും എന്ന് വരും മണിക്കൂറുകളിൽ തീർച്ചയായും അതാണ് അറിയേണ്ടത്. എത്ര വിട്ടുവീഴ്ചയ്ക്ക് യുക്രൈൻ തയ്യാറാകും എന്നുള്ളതാണ്. നമുക്കറിയാം വലിയ പ്രഷറുണ്ട് സെലൻസ്കിക്ക്. വർഷങ്ങളായി തുടരുന്ന ഒരു യുദ്ധമാണ്. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കുകയും വേണം. നിരവധി നിരപരാധികൾ സാധാരണക്കാർ കൊല്ലപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ നമുക്ക് നേരത്തെ മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം, പുടിൻ മോദിയുമായി സംസാരിച്ചിരുന്നു. എന്തായിരുന്നു അലാസ്കയിൽ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ പങ്കുവച്ചിരുന്നു. അത് മോദിയെ അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. ഇതിനിടയിൽ ഇന്ത്യ ചൈന വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ച അല്പസമയം മുമ്പ് അവസാനിച്ചു. അതിർത്തി തർക്കം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇരു രാജ്യങ്ങൾക്കും ഒന്നിച്ചു നീങ്ങാമെന്ന് എസ് ജയശങ്കർ വ്യക്തമാക്കി. നാളെ ചൈനീസ് വിദേശകാര്യമന്ത്രി യാങ് യി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടേക്കും. അജയ് സുധാ ബിജു ഉണ്ട്. അജയ്, നമുക്കറിയാം അടുത്ത കാലത്തായി ലോകക്രമത്തിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളുണ്ട്. അവിടെ ഇന്ത്യ ചൈനയുമായി അടുക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയുടെ തീരുവ നയമൊക്കെ വന്നതിന് ശേഷം ഏതാണ്ട് അത്തരത്തിലാണോ കാര്യങ്ങൾ? ഫലപ്രദമായ ചർച്ചകളാണോ ഇപ്പോൾ പുരോഗമിക്കുന്നത്? രഞ്ജിത്ത്, ഇപ്പോൾ നിലവിൽ ഒരു ഫലപ്രദമായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പൂർത്തിയായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് ഉച്ചയോടെയാണ് ചൈനീസ് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള യാങ് യി ഇന്ത്യയിലേക്ക് എത്തിയത്. അതിനുശേഷം വൈകുന്നേരം എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി പ്രശ്നം ഉൾപ്പെടെ ചർച്ചയായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും ഏതാണ്ട് 600-ലധികം സൈനികരെ രണ്ട് പക്ഷത്തും വിന്യസിച്ച് കടുത്ത രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. ഇരു രാജ്യങ്ങളുടെ രണ്ട് പക്ഷത്തു നിന്നുള്ള സൈനികരെ പിൻവലിക്കുന്നതടക്കമുള്ള നടപടികൾ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി പ്രശ്നം രൂപപ്പെട്ടതിന് ശേഷം നടക്കുന്ന 24-ാം ഘട്ട ചർച്ചയാണ് ഇപ്പോൾ നിലവിൽ പൂർത്തിയായിട്ടുള്ളത്. 23-ാം ഘട്ട ചർച്ചകൾക്കായിട്ട് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ബീജിംഗിലെത്തിയിരുന്നു. ബീജിംഗിൽ വെച്ച് നടന്ന ചർച്ചയുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നടന്ന ചർച്ചയെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും നടത്തില്ല എന്ന് എസ് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യ ചൈന ബന്ധം അത് പരസ്പര സഹകരണത്തോടെയും പരസ്പര താല്പര്യങ്ങൾ സംരക്ഷിച്ചും പരസ്പര ബഹുമാനത്തോടെയും മുന്നോട്ട് പോകേണ്ടതാണെന്ന് എസ് ജയശങ്കർ അറിയിച്ചു. അതുപോലെ തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കം അത് രൂക്ഷമാകാതിരിക്കാൻ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ വേണമെന്നും അജിത് ഡോവൽ പറയുകയുണ്ടായിരുന്നു. എന്നാൽ ഈ ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനം ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ടിബറ്റൻ വംശജർ ഡൽഹി എംബസിക്ക് മുമ്പേ പ്രതിഷേധിക്കുന്ന സാഹചര്യം അത് വൈകുന്നേരത്തോടെ ഉണ്ടായിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ചർച്ച നാളെയും തുടരും എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബഹിഷ്കരിക്കാൻ അല്ലെങ്കിൽ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട നീക്കമായി പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണത്തിന് പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാൻ പ്രതിപക്ഷ നീക്കം. ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ നോട്ടീസ് നൽകുന്ന കാര്യം ചർച്ചയായി. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര 2ാം ദിനവും തുടരുകയാണ്. കുടുംബായിലെ അംബായിയിൽ ആരംഭിച്ച യാത്രയുടെ ഇന്നത്തെ പര്യടനം വൈകിട്ട് ഗയയിൽ സമാപിച്ചു. ഇതിനിടെ ഡിയോയിലെ സൂര്യക്ഷേത്രം രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും സന്ദർശിച്ചു. അതേസമയം ബീഹാർ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത 65 ലക്ഷം പേരുടെ പേരുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരുകയാണ്. മനു, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രതിപക്ഷ പാർട്ടി നടത്തുന്ന അല്ലെങ്കിൽ UPA പോലെയുള്ള പ്രതിപക്ഷത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കക്ഷികൾ നടത്തുന്ന കുറച്ച് കടന്ന നീക്കങ്ങളാണ്. അതിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യുക എന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324(5) പ്രകാരം അങ്ങനെ നീക്കം ചെയ്യണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും 3/2 ഭൂരിപക്ഷം വേണം. സന്നിഹിതരായവരുടെ മൊത്തം സഭയുടെ പകുതിയിലധികം വോട്ടുമൊക്കെ കിട്ടണം. അങ്ങനെ വലിയൊരു നടപടിക്രമങ്ങളിലൂടെ മാത്രമേ ഇംപീച്ച്മെൻറ്റ് നടക്കൂ. പക്ഷേ അത് വിജയിക്കില്ല എന്ന് വ്യക്തമാണ്. പക്ഷേ ഇത് നൽകുന്ന ഒരു കാര്യം, ഈ വിഷയം പാർലമെൻറ്റിനകത്ത് വലിയ തോതിൽ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിയും. ഇന്ന് ഘടകകക്ഷികളും ശക്തമായി കോൺഗ്രസിനെ പിന്തുണച്ച് രംഗത്തെത്തി. മഹുവ മൈത്ര പറഞ്ഞത് ഈ തെറ്റായ വോട്ടർ പട്ടിക ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ഈ പാർലമെൻറ്റ് തന്നെ പിരിച്ചുവിടണം, ലോക്സഭ പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചു. അതേസമയം ഗൗരവ് ഗൊഗോയ് പോലുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്ന് വ്യക്തമാക്കിയത്
ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായൊരു മറുപടി രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല എന്നവർ പറയുന്നു. രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സത്യവാങ്മൂലം വേണം എന്നാവശ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി നേതാക്കൾ സമാനമായ ആവശ്യം ഉന്നയിക്കുമ്പോൾ അതിൽ നോട്ടീസ് അയക്കുന്നുണ്ടോ എന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നു. അങ്ങനെ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ ഇരുഭാഗത്തു നിന്ന് നടക്കുന്നു. ബി ജെ പിയുടെ സംബിത് മിത്രയെ പോലുള്ളവർ രൂക്ഷമായി ഇന്ന് കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് പരാജയ ഭീതിയിൽ നിന്നാണ് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള പ്രതികരണങ്ങളുമായി വരുന്നു. ഏതായാലും ഇത് വരും ദിവസങ്ങളിൽ വലിയ വിവാദമായി തുടരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് അധികാർ യാത്രയിലും ഇത് വരും ദിവസങ്ങളിലും ചർച്ചയാകും എന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ പാർലമെൻറ്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം ഒക്കെ ഉണ്ടായി. പക്ഷേ അതിനിടയിലും ചില സുപ്രധാന ബില്ലുകൾ പാസ്സായി. അങ്ങനെ മൊത്തത്തിൽ കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നത് വ്യക്തമാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ രീതിയിൽ തന്നെ ഈ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് കോൺഗ്രസും അതുപോലെ സഖ്യകക്ഷികളും വ്യക്തമാക്കുന്നത്. ഇംപീച്ച്മെൻറ്റ് നടപടികൾ വരെ സാധ്യമാണ് എന്നാണ് എം പി സെയ്ദ് നസീർ ഹുസൈനെ പോലുള്ളവർ വ്യക്തമാക്കുന്നത്. ഗൊഗോയും ഇതുപോലെ വേണമെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കും എന്ന സൂചനകൾ നൽകുന്നു. അങ്ങനെ സമഗ്രമായ ഒരു പ്രതിഷേധം ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂപം നൽകുക. ദേശീയ രാഷ്ട്രീയത്തിൽ കലുഷിതമായ ദിവസങ്ങളാണ്. മറ്റൊന്ന്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ UPA ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട യോഗം ചേർന്നുവെങ്കിലും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തീരുമാനമായില്ല. മല്ലികാർജ്ജുന ഖാർഗെയുടെ പാർലമെന്റിലെ ഓഫീസിലാണ് യോഗം ചേർന്നത്. ഏതായാലും സ്ഥാനാർത്ഥി ഉണ്ടാകും UPAക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ നമുക്കറിയാം, നേരിട്ട് BJP നേതാക്കൾ പ്രതിപക്ഷവുമായി ബന്ധപ്പെടുകയും പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും മറ്റും ചെയ്തിരുന്നു. പക്ഷേ സ്റ്റാലിൻ അടക്കമുള്ള ആരും തമിഴ്നാട്ടുകാരനായ CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ആരായിരിക്കും മനു ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി UPAയുടെ? നമുക്കൊരു സൂചന നൽകാൻ സാധിക്കുമോ? ഒരു സമവായത്തിൽ എത്താൻ ഇതുവരെ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. DMK പ്രധാനമായും ആവശ്യപ്പെടുന്നത് തിരുച്ചി ശിവയെ ഈ നിലയിൽ പരിഗണിക്കണം എന്നതാണ്. നമുക്കറിയാം, അദ്ദേഹം 1996-ലും 2002-ലും 2007-ലും 2014-ലും 20-ലും രാജ്യസഭാ അംഗമായ വളരെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ രംഗത്തെത്തിയ തിരുച്ചി ശിവ പലതരത്തിൽ അവിടുത്തെ യുവജന രാഷ്ട്രീയത്തിലൊക്കെ സ്വയം അടയാളപ്പെടുത്തിയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകുന്നത്. തിരുച്ചി ശിവ ഇതുപോലെ തന്നെ സഭയിൽ സ്ത്രീകളുടെ അതുപോലെ ട്രാൻസ്ജെൻഡറുകളുടെ വിഷയമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പലപ്പോഴും അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിൽ DMKയുടെ പ്രതിഷേധത്തിൻ്റെ ഏറ്റവും മുൻമുനിയായി തന്നെ അദ്ദേഹത്തിന് നിലയുറപ്പിക്കാൻ കഴിയണം. അപ്പോൾ അത്തരമൊരു നേതാവിനെ ആണ് മുന്നോട്ട് വയ്ക്കാൻ DMK ആവശ്യപ്പെടുന്നത്. കാരണം അത് DMKയാണ് ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കാൻ പോകുന്നത്. തമിഴ്നാട് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഉപരാഷ്ട്രപതി തമിഴ്നാട്ടുകാരനാകുമ്പോൾ അത് BJP തമിഴ്നാട്ടിനോട് താല്പര്യമില്ലാത്ത തമിഴ് വിരുദ്ധ ഒരു രാഷ്ട്രീയ ചേരിയാണ് എന്ന് ഉള്ള ആരോപണം ശക്തമാക്കാൻ DMK കഴിയില്ല. കാരണം ഉപരാഷ്ട്രപതിയായി CPR-നെ പരിഗണിക്കുമ്പോൾ അത് BJPക്ക് ഒരു വലിയ സ്വാധീനം ഒരുപക്ഷെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നൽകും എന്ന ഒരു ചിത്രം വരും. അപ്പോൾ അതിന് DMK ഈ നില വയ്ക്കുന്നു. അതേസമയം കോൺഗ്രസിൽ ഇന്ന് ചർച്ചകൾ സജീവമാവുകയാണ്. നാളെ തന്നെ ഇത് പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി സഖ്യ വൃത്തങ്ങളിൽ നിന്ന്. സ്ഥാനാർത്ഥി ഉണ്ടാകും UPAക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല. അതാരാണ് എന്ന കാര്യത്തിൽ രണ്ടിലധികം പേരുകൾ ചർച്ചയായി എന്നുള്ളതാണ്. ഇതിനിടയിൽ ഇന്ന് CP രാധാകൃഷ്ണൻ പ്രധാനമന്ത്രിയെ കണ്ടു. NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച ഉണ്ടായത്. ഇന്നലെയാണ് നമുക്കറിയാം CP രാധാകൃഷ്ണനെ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. തമിഴ്നാട്ടിൽ നിന്നുള്ള BJPയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. നിലവിൽ അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണർ കൂടിയാണ്. കേരളത്തിൻ്റെ പ്രഭാരിയായും മറ്റും ചുമതല വഹിച്ച ഒരു തുടക്കം മുതൽ തന്നെ BJPയോട് ഉറച്ചു നിന്ന RSകാരനായ നേതാവാണ് CP രാധാകൃഷ്ണൻ. നമുക്കിനി പതുക്കെ കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ CPM ഒരു പ്രതിസന്ധിയിൽ പെട്ടിരിക്കുകയാണ്. CPM പിടിച്ച പുലിവാൽ.
CPM-ലെ പരാതി ചോർച്ചാ വിവാദത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ പുറത്തുവരുമ്പോഴും വാർത്ത തള്ളി പാർട്ടി നേതൃത്വം. വാർത്ത അസംബന്ധമെന്ന നിലപാടിലാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നേതാക്കളും. എന്നാൽ വ്യവസായി രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഉള്ള ആരോപണം ആവർത്തിക്കുകയാണ് പരാതിക്കാരനായ ഷർഷാദ്. ആരോപണങ്ങൾ CP നേതൃത്വത്തെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. VV അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. കത്ത് ചോർച്ചാ വിവാദത്തിൽ അങ്ങേറ്റം പ്രതിസന്ധിയിലാണ് CPM. അങ്ങനെ പ്രതിസന്ധിയിലായിരിക്കുമ്പോഴും കൃത്യമായ വിശദീകരണം നൽകാൻ, വ്യക്തമായ ഒരു മറുപടി നൽകാൻ CPM നേതൃത്വത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ MV ഗോവിന്ദൻ പൂർണ്ണമായും ഈ വിവാദം തള്ളിപ്പറയുന്നതിന് പകരം അസംബന്ധം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇത്തരം അസംബന്ധ വാർത്തകൾക്ക് മറുപടി പറയാനില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പക്ഷേ തനിക്കും തന്റെ മകനുമെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഒരു വ്യക്തമായ മറുപടിക്ക് MV ഗോവിന്ദൻ തയ്യാറായില്ല എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തുകൊണ്ട് ഇത്തരമൊരു ആരോപണം വന്നു എന്ന കാര്യത്തിൽ, കാരണം ഈ പാർട്ടി കത്ത് ചോർത്തിയത് പോലും MV ഗോവിന്ദന്റെ മകനാണെന്ന ആരോപണമാണ് ഈ ഷർഷാദ് പാർട്ടി ജനറൽ സെക്രട്ടറി MABക്ക് അയച്ച കത്തിൽ ആരോപിച്ചത്. പക്ഷേ അതിനുപോലും ഒരു മറുപടി പറയാൻ MV ഗോവിന്ദന് കഴിഞ്ഞില്ല. ഇന്നലെ പ്രതികരിച്ചു, അസംബന്ധങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല. വി ശിവൻകുട്ടി CPM സംസ്ഥാന സമിതി അംഗം നേരത്തെ സംസ്ഥാന സമിതിക്ക് മുമ്പാകെ ഇത്രയൊരു പരാതി വന്നില്ല എന്ന നിലപാടുമായി രംഗത്ത് വന്നു. അവതാരങ്ങൾ പലരും വരാം, അവതാരങ്ങൾ വന്നെന്ന് പറഞ്ഞ് അവരാണോ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ചോദ്യമാണ് വി ശിവൻകുട്ടി മുന്നോട്ട് വെച്ചത്. അവതാരങ്ങളാണെന്ന് പറഞ്ഞു നടക്കുന്നത് പാർട്ടിക്കകത്ത് അവർക്ക് വേറെ സ്വാധീനമൊന്നുമില്ല. അവരിങ്ങനെ അവതാരങ്ങളാണ്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പാർട്ടിയായിട്ട് ഒരു ബന്ധം ഉണ്ടാവും. അത്രയും കാര്യത്തിൽ കാണേണ്ടതായിട്ടുണ്ട്. അല്ല, ഈ അവതാരങ്ങളൊന്നുമല്ലല്ലോ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ നിശ്ചയിക്കുന്നതും പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും മന്ത്രിമാരെ തീരുമാനിക്കുന്നതും വകുപ്പ് തീരുമാനിക്കുന്നതും ഈ അവതാരങ്ങളൊന്നും അല്ലല്ലോ. അവതാരങ്ങളെ ഒരിക്കലും പറഞ്ഞുകൊണ്ട് നടക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇന്ന് വർത്തിയില്ലെന്ന് പറഞ്ഞാൽ അത് അതിനെ സ്വയം മതിയാക്കും. അങ്ങനെ ചരിത്രമുണ്ട്. ഈ കത്തിൽ പരാമർശിക്കപ്പെട്ട പല പേരുകാരിൽ രണ്ടുപേർ, ഒന്ന് TM തോമസ് ഐസക്കാണ്. തോമസ് ഐസക്ക് നിയമ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായാണ് ഇന്ന് രംഗത്ത് വന്നത്. മറ്റൊരാൾ MB രാജേഷ് ആയിരുന്നു. തോന്നിവാസ വാർത്തകൾ എന്ന ഒരു പ്രതികരണമാണ് MB രാജേഷ് നടത്തിയത്. ഇത് വർഷങ്ങളായി, 4 വർഷമായി വാട്സാപ്പിൽ ചുറ്റിക്കളിക്കുന്ന ഒരു സന്ദേശമാണ്. അതിൽ ആ ഗൗരവം മാത്രമേ ഉള്ളൂ എന്ന ഒരു മറുപടിയുമായി MB രാജേഷും രംഗത്ത് വന്നു. ഷർഷാദ് ആകട്ടെ വിവാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. താൻ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ഇന്ന് ഈ ഷർഷാദിന്റെ ആരോപണങ്ങൾ തള്ളിക്കളയാൻ ഒരു മാർഗം കൂടി CPM സ്വീകരിച്ചു. സാധാരണ അവരുടെ രേഖകളൊക്കെ, പാർട്ടി കത്തും രേഖകളും ഒക്കെ വലിയ പ്രാധാന്യം കാണുന്നതാണ്. പക്ഷേ ഇന്ന് 2024 മെയ് 17 ഷർഷാദ് അയച്ച ഒരു കത്ത് CPM കേന്ദ്രങ്ങൾ പുറത്തുവിട്ടു. അതിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത്, നേരത്തെ 2024 കത്തയക്കുമ്പോൾ MV ഗോവിന്ദനും മകനുമെതിരെ ഒരു ആരോപണവും, പാർട്ടി നേതാക്കൾക്കെതിരെ ഒരു ആരോപണവും ഷർഷാദ് ഉന്നയിച്ചില്ല. പകരം രാജേഷ് കൃഷ്ണ പറഞ്ഞതനുസരിച്ച് ആ കാര്യങ്ങൾ ഒരു ഓൺലൈൻ ചാനൽ പറഞ്ഞു എന്ന് മാത്രം. അതായത് ഈ ഷർഷാദ് വ്യക്തതയില്ലാതെ കാര്യങ്ങൾ പറയുന്നയാളാണ്, ഓരോ സമയം ഓരോ കാര്യങ്ങൾ പറയുന്നയാളാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു CPM-ന്റെ ശ്രമം. ഏതായാലും ഈ വിവാദം ഇപ്പോഴും CPM-നെ പ്രതിസന്ധിയിലാക്കുകയാണ്. കൃത്യമായ മറുപടി പറയാൻ നേതാക്കൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതാണ് കാര്യം. പക്ഷേ ഷർഷാദ് ഇന്നിപ്പോൾ ന്യൂസ് 18-ന്റെ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാർട്ടി കോൺഗ്രസിന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ ഉൾപാർട്ടി തമ്മിലുള്ള ബാക്കിയായാണ് ഈ കത്ത് ചോർന്നത് എന്നുള്ളതാണ്. AK സെന്ററിൽ നിന്നാണ് ചോർന്നിരിക്കുന്നത്. കത്ത് താൻ തന്നെ ചോർത്തിയെന്ന ആരോപണവും CPM തെളിയിക്കണമെന്നും ഷർഷാദ് ആവശ്യപ്പെട്ടു. അതെ, ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിൻ്റെ അകത്ത് കൊടുത്ത കത്ത്, അതിനകത്ത് പാർട്ടി നേതാക്കന്മാരെ പറ്റി എനിക്ക് പറയുന്നതിൽ എന്താ തെറ്റ്? ഞാൻ പുറത്തു കൊടുത്തതല്ലല്ലോ. എന്തുകൊണ്ട് ആ കത്ത് ഇത്ര വർഷമായിട്ട് പുറത്തു വന്നില്ല? ഇത്ര വർഷം എന്തുകൊണ്ട് ആ കത്ത് പുറത്തു വന്നില്ല? ഇപ്പം ഇത്ര 3 വർഷം കഴിഞ്ഞിട്ട് പുറത്തു വരാൻ കാരണം നിങ്ങൾ തെളിയിക്കൂ. ഞാൻ പുറത്തു കൊണ്ടുവന്നെന്നുള്ളത് നിങ്ങൾ തെളിയിക്കൂ. ഞാൻ പുറത്തു കൊണ്ടുവന്നെന്നുള്ളത് നിങ്ങൾ തെളിയിക്കൂ. മലയാള പരാതി AKG സെൻറ്ററിൽ നിന്ന് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇവരുടെ ഇന്റേണൽ പാർട്ടി പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കോടിയേരിയുടെ മരണത്തിൻ്റെ സമയത്ത് തന്നെ അത് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ മലയാള പരാതിയാണ് ഈ പറഞ്ഞ ഓൺലൈൻ മാധ്യമക്കാരൻ്റെ കയ്യിലും എല്ലാവരുടെ കയ്യിലും ഉള്ളത്. അത് ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്തത് ഞാനല്ല, മറ്റ് പല സ്ഥലത്തുനിന്നും അത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഒറ്റൊരു ചോദ്യം, എൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് ജനറൽ സെക്രട്ടറിക്ക് ഞാനൊരു പേഴ്സണൽ മെയിൽ അയക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ മെയിൽ ID യിൽ MABaby83 67 അങ്ങനെ എന്തോ ഒരു മെയിൽ ID ഉണ്ട്. പേഴ്സണൽ മെയിൽ ID ആണ്. വേറെ ഒരാൾക്ക് ഒരു CCU ഇല്ല. അപ്പോൾ അത് എവിടുന്ന് ലീക്കായി? ഇത്ര ദിവസം കൊണ്ട് എവിടുന്ന് ലീക്കായി? പ്രിന്റ് എടുത്ത് സ്കാൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പ്രിന്റ് എടുത്ത് അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ സർക്കുലേറ്റ് ചെയ്ത സാധനമാണെന്ന്. കണ്ടുപിടിക്കൂ നിങ്ങൾ.
ഇതിനിടെ ഷെർഷാദിന്റെ മുൻ ഭാര്യ കത്ത് വിവാഹത്തിന് പിന്നിൽ കുടുംബ വഴക്കെന്ന ആരോപണവുമായി ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തി. ഗോവിന്ദനും മകനുമായി ബന്ധമില്ല, പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടുള്ള പ്രതിയാണ് ഷെർഷാദെന്നും തോമസ് ഐസക് ബാങ്കിൽ വിളിച്ചത് വീടിന് ജപ്തി വന്നപ്പോൾ മാത്രമാണെന്നും ഇയാളുടെ മുൻ ഭാര്യ വ്യക്തമാക്കി. നമ്മുടെ ഇന്നത്തെ പഞ്ച് ഡയലോഗും ഇന്നത്തെ CPM രാഷ്ട്രീയവുമായി ചേർന്ന് ആണ്. പഞ്ച് ഡയലോഗിലേക്ക് പോവാം. 4 കൊല്ലമായി വാട്സാപ്പിൽ കറങ്ങി നടക്കുന്ന കത്ത് മാത്രമാണ് ഇതെന്നായിരുന്നു MB രാജേഷിൻ്റെ ഇന്നത്തെ ഷെർഷാദിൻ്റെയും മറ്റും ആരോപണങ്ങൾക്കുള്ള മറുപടി. ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്, തോന്നിവാസങ്ങൾ വാർത്തയാക്കുന്നത് കഷ്ടമാണെന്ന പ്രതികരണമാണ് ഇന്നത്തെ ആദ്യത്തെ പഞ്ച് ഡയലോഗ്. അതിന് പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞിട്ടുണ്ടല്ലേ. കുറേ പേരുണ്ടല്ലോ. ഈ കത്ത് 4 കൊല്ലമായിട്ട് വാട്സാപ്പിൽ നടക്കുന്ന കത്തല്ലേ. അപ്പോൾ ഇനി ഇങ്ങനെ പഴയ കത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞതും ഒക്കെ ഇനി വരും. തെരഞ്ഞെടുപ്പിന് 5-6 മാസമല്ലേ ഉള്ളൂ. അത് 4 കൊല്ലമായിട്ട് വാട്സാപ്പിൽ കറങ്ങി നടക്കുന്ന ഒരു സാധനമാണിത്. അപ്പം അത് നടക്കട്ടെ. ഇമാതിരിയുള്ള തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറയുന്നതിനെ വാർത്തയാക്കിയിട്ട് ആഘോഷിക്കുന്നത് കുറച്ച് പരിതാപകരമാണ്. അത്രേ പറയാൻ പറ്റൂ. പിന്നെ ഞാനിവിടെ ഉണ്ടല്ലോ, നാളെയും ഇവിടെ ഉണ്ടാവും. അതെല്ലാം ബാധിക്കുന്ന കാലങ്ങൾ. പണ്ടൊക്കെ ഇത് കേൾക്കുമ്പോൾ വലിയ വിഷമമൊക്കെ ആയിരുന്നു. ഇപ്പം പുല്ല് വിലയാണ്. അപ്പം നടക്കട്ടെ, ആഘോഷം നടക്കട്ടെ. നിങ്ങൾ എത്ര കാലം ഇത്തരം ആളുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകും നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഉണ്ടാവും, ഇവിടെ തന്നെ ഉണ്ടാവും, നമുക്ക് കാണാം. സാധാരണ MB രാജേഷ് സംസാരിക്കുന്ന ഒരു സ്വരമല്ല അത്, വളരെ സൗമ്യമായി സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ്. മറ്റൊരു പ്രതികരണം ഇന്ന് വന്നത് തോമസ് ഐസക്കിൻ്റെതാണ്. ഷെർഷാദിൻ്റെ ബാങ്ക് വായ്പ മുടങ്ങിയ സമയത്ത് ബാങ്കിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക് ഇന്ന് പറഞ്ഞു. രാജേഷ് കൃഷ്ണ ബിനാമിയാണെന്ന ആരോപണം അസംബന്ധമാണ്. ഇപ്പോൾ ഉയരുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് തോമസ് ഐസക് വെല്ലുവിളിച്ചത്. അദ്ദേഹത്തിൻ്റെ ആക്ഷേപം എന്തോ ബിനാമി നിക്ഷേപം ഉണ്ടെന്നുള്ളതാണ്. അതാണ്. അത് പിൻവലിച്ചു മാപ്പ് പറഞ്ഞെങ്കിൽ വിടത്തില്ല കേട്ടോ. അതിന് ആരും സംശയം വേണ്ട. അത് വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. തെറ്റ് ചെയ്യുന്നവരൊന്നും പാർട്ടിയിലുണ്ടാവില്ല, ആരും സംശയമില്ല. അയാളുടെ എന്ത് സാധുത, എന്ത് അദ്ദേഹത്തിൻ്റെ റെലവൻസ് ഉന്നയിക്കുന്നത് ടൈൻറ്റഡ് ആക്ട്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള കോടതി വിധികൾ വായിച്ചിട്ട് അദ്ദേഹത്തെ വിലയിരുത്തും. എന്നിട്ട് അദ്ദേഹം പറയുന്ന വെച്ചിട്ട് മറ്റുള്ളവരെ താറടിക്കുന്നതിന് വിലയിരുത്തും. അതൊക്കെ പാർട്ടിയോട് ചോദിക്കാം. സോ ഐ തിങ്ക് ഐ ക്ലാരിഫൈഡ് മൈ പൊസിഷൻ. താങ്ക് യു വെരി മച്ച്. ഇന്ന് നമുക്ക് മറ്റൊരു പഞ്ച് ഡയലോഗ് കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. അത് കെ മുരളീധരൻ്റെ ഒരു പരാമർശമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപി വാനരന്മാർ എന്ന് തെരഞ്ഞെടുപ്പ് ക്രമക്കേട് ആരോപണം മുന്നോട്ട് കൊണ്ടുവന്നവരെ വിശേഷിപ്പിച്ചത്. തൃശ്ശൂരിലെ ജനങ്ങളെയാണോ സുരേഷ് ഗോപി ഉദ്ദേശിച്ചത് എന്നാണ് കെ മുരളീധരൻ മറുപടിയായി ചോദിച്ചത്. ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയാതെ കളിയാക്കുന്ന രീതിയാണല്ലോ ഇതെന്നും കെ മുരളീധരൻ പറഞ്ഞു. മുരളീധരൻ്റെ പഞ്ച് ഡയലോഗ്. എന്ത് തന്നെ സുരേഷ് ഗോപി പറഞ്ഞാലും അദ്ദേഹം ഇത് കുറ്റക്കാരനായി നിൽക്കുക. ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയായിട്ടല്ല അദ്ദേഹത്തിനെ കാണുന്നത്. വ്യാജ വോട്ടർമാരെ വെച്ച് ജയിച്ച ഒരു ജനപ്രതിനിധിയായിട്ടാണ് അദ്ദേഹത്തിന് കേരള സമൂഹം ഇന്ന് നോക്കി കാണും. അദ്ദേഹം പറയുന്ന ഈ വാനന്മാരെന്ന് പറയുന്നതിനാലൊന്നും ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യുന്ന കാര്യമൊന്നുമില്ല. ഏതാണ് വാനന്മാരെന്ന് ചോദിച്ചാൽ തൃശ്ശൂരത്തെ വോട്ടർമാരെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? അദ്ദേഹം വാനന്മാരെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്നും അതിന്റെ ഒരു എഫക്റ്റ് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് തെരഞ്ഞെടുത്ത ജനങ്ങളെയാണ് വാനന്മാരെന്ന് പറഞ്ഞതെങ്കിൽ അത് ഭാവിയിൽ തൃശ്ശൂരുകാർ തീരുമാനിക്കാം. ഇടവേള. റാപ്പർ വേടനെതിരെ കൂടുതൽ ലൈംഗിക പീഡന പരാതി. 2 യുവതികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കാനും ഈ യുവതികൾ സമയം തേടിയിട്ടുണ്ട്. അതേസമയം ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചു. നാളത്തേക്ക് പരിഗണിക്കാനായി മാറ്റിവെച്ചു. ഈ ഇരയായ പെൺകുട്ടിയെ കക്ഷി ചേരാനുള്ള അപേക്ഷയും കോടതി അനുവദിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട്.
റാപ്പർ വേടനെതിരെ 2 യുവതികളാണ് പുതുതായി പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. രണ്ടുപേരും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകുന്നു. മുഖ്യമന്ത്രി നേരിട്ട് പരാതി സമർപ്പിക്കാനാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് സാധ്യമായിട്ടില്ല. എങ്കിലും മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 2 പരാതിയുടെയും ഉള്ളടക്കമെന്ന് പറയുന്നത് ലൈംഗിക പീഡനം തന്നെയാണ് 2 പരാതികളിലും പറയുന്നത്. ഇതിൽ ആദ്യ പരാതി ദളിത് സംഗീതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ ഒരു ഗവേഷണ വിഷയമാക്കുന്നതിന് വേണ്ടി ഈ വേടനുമായി സംസാരിച്ചിരുന്നു. വേടൻ്റെ സംഗീതവും പാട്ടുമെല്ലാം തന്നെയും പൊതുവിൽ ഇതുമായി ഈ ദളിത് സംഗീതവുമായെല്ലാം തന്നെ ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായതുകൊണ്ടാണ് വേടനെ സമീപിക്കുന്നത്. വേടൻ അവരോട് കൊച്ചിയിലേക്ക് വരാൻ പറയുകയും തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ സമീപിച്ചുവെന്നാണ് പറയുന്നത്. തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ പരാതി തൻ്റെ ഒരു സംഗീത പരിപാടി കണ്ട് അതിൽ ഇഷ്ടപ്പെട്ട വേടൻ തന്നെ സമീപിച്ചുവെന്നാണ് ഒരു ഗായിക കൂടിയായ യുവതി പരാതിയിൽ പറയുകയും ചെയ്യുന്നത്. തന്നെയും ഈ രീതിയിൽ ഇയാൾ ഉപദ്രവിച്ചു എന്ന് തന്നെ പരാതിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. 2 പരാതിയും ഈ 2020-21 കാലഘട്ടത്തിൽ നടന്നതാണ്. പിന്നീട് മീറ്റു വിവാദം വലിയ രീതിയിലേക്ക് മീറ്റു വെളിപ്പെടുത്തലുകൾ ഉണ്ടായ സമയത്ത് ഈ പെൺകുട്ടികൾ വേടനെതിരെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറച്ചിലുകൾക്ക് തയ്യാറായിരുന്നു. പിന്നീട് മറ്റ് നടപടികൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 പേരും തന്നെ പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ വേടനെതിരായ ബലാത്സംഗ കേസിൽ വേടൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളേക്ക് മാറ്റിയിട്ടുണ്ട്. വേടന് മുൻകൂർ ജാമ്യം നൽകുന്നതിനെ ഇര വളരെ ശക്തമായിട്ട് തന്നെ കോടതിയിൽ എതിർക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ കക്ഷി ചേരാൻ ഹൈക്കോടതി അവരെ അനുവദിച്ചിട്ടുണ്ട്. ഏതായാലും ഹൈക്കോടതിയിൽ മറ്റൊരു ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മുൻകൂർ ജാമ്യ ഹർജികൾ നടപടികൾ തുടരുമ്പോഴാണ് മറ്റ് 2 പരാതികൾ സമാന രീതിയിലുള്ള 2 പരാതികൾ കൂടി വേടനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധേയം. ഇതുവരെയും വേടനെ അറസ്റ്റ് ചെയ്യുന്നതിനോ കണ്ടെത്തുന്നതിനോ ഒന്നും തന്നെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ കുറേ നാളുകളായി പോലീസ് വേടനെ അന്വേഷിക്കുകയാണ്. ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചെങ്കിലും വേടനിലേക്ക് അന്വേഷണം ചെന്നെത്താൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. അതാണ് സാഹചര്യം. ഏതായാലും വേടൻ കൂടുതൽ കുരുക്കിലേക്കാണ്, ഇയാൾ ഒളിവിലാണ് എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇയാളുടെ സംഗീത പരിപാടികളൊന്നും ഇപ്പോൾ നടക്കുന്നതുമില്ല. കെ മുരളീധരന് കോൺഗ്രസിൽ ചില പിണക്കങ്ങൾ. നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള MP-മാരുടെ നീക്കത്തിനെതിരെയാണ് കെ മുരളീധരൻ രംഗത്ത് വന്നത്. നിലവിലുള്ള MP-മാർ മത്സരിക്കേണ്ടതില്ലെന്നാണ് പാർട്ടി തീരുമാനമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. താൻ മത്സരിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നും മുരളീധരൻ പ്രതികരിച്ചു. ന്യൂസ് 18 വാർത്തയോട്. ന്യൂസ് 18 നേരത്തെ ഈ വാർത്ത പുറത്തുവിട്ടത് MP-മാർ മത്സരിച്ചേക്കും, ചില MP-മാർക്ക് അത്തരം ചില ആഗ്രഹങ്ങളുണ്ട് എന്നുള്ളത്. മുരളീധരന്റെ വാക്കുകളിലേക്ക്. ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഒന്നും പാർട്ടി കടന്നിട്ടില്ല. നിലവിലുള്ള നിയമം അനുസരിച്ച് MP-മാർ MLA-മാരായിട്ട് മത്സരിക്കാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് പാർട്ടി തീരുമാനിച്ചത്. MP-മാർ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് അപ്പോൾ നേരത്തെ നമുക്കറിയാം UDF കണ്ണൂർ അടൂർ പ്രകാശ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. തന്റെ സ്ഥാനാർത്ഥിത്വം അടക്കം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. അതൊക്കെ ഇനി വരാൻ പോകുന്ന സമയമല്ല, എത്രയോ നാളുകളുണ്ട്. അത് പാർട്ടിയാണ് തീരുമാനം എടുക്കേണ്ടത്. പാർട്ടി തീരുമാനമെടുക്കുന്നതനുസരിച്ച് ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അത് പാർട്ടി എന്ത് നിർദ്ദേശിക്കുന്നു എന്ന് വെച്ചാൽ ആ പാർട്ടിയോടൊപ്പം. എന്നോട് താല്പര്യം ചോദിച്ചില്ലല്ലോ. ചോദിച്ചെങ്കിൽ മാത്രമല്ലേ താല്പര്യം അറിയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടില്ല. അത് കാര്യങ്ങൾ അന്വേഷണം നടത്തിയതിനു ശേഷം എൻ്റെ പാർട്ടി തീരുമാനിക്കും. പാർട്ടി തീരുമാനിക്കുന്ന അനുസരിച്ച് ആ തീരുമാനങ്ങളിലേക്ക്. MS അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കെ സുധാകരൻ, ആന്റണി, ബെന്നി ബെഹനാൻ, അടൂർ പ്രകാശ്, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങി നിരവധി MP-മാരാണ് അടുത്ത തവണ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന ആഗ്രഹവുമായി ഇപ്പോൾ തന്നെ നടപടിക്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇവരുടെ ആഗ്രഹം മുളയിലെ നുള്ളുന്ന നിലപാടാണ് കെ മുരളീധരൻ്റെ ഭാഗത്തുനിന്നും എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെടുത്ത തീരുമാനം MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്നാണ്. ആ തീരുമാനത്തിന് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല എന്ന് കെ മുരളീധരൻ പറയുന്നു.
പല ഘടകങ്ങൾ പരിഗണിച്ചാണ് ഇത്തവണ കേരളത്തിൽ വന്ന് മത്സരിക്കണമെന്ന ആവശ്യം ഈ എം പിമാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് അടുത്ത തവണ ഭരണം UDF ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ്. കാരണം കഴിഞ്ഞ 2 തവണയായി LDF ഭരിക്കുന്നു. ഈ തുടർഭരണത്തിനൊടുവിൽ വീണ്ടും ഒരു തവണ കൂടി അവർക്ക് ഭരിക്കാൻ അവസരം കിട്ടില്ല എന്ന പ്രതീക്ഷയാണ് UDF അതുകൊണ്ട് ഭരണ സാധ്യത വലിയ തോതിൽ നിലനിൽക്കുമ്പോൾ കേരളത്തിലേക്ക് മടങ്ങിയെത്തിയാൽ മന്ത്രിമാരായി മാറാം എന്ന പ്രതീക്ഷയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇവരിൽ പല നേതാക്കളും കെ സുധാകരനായാലും ആന്റോ ആന്റണി ആയാലും രാജ്മോഹൻ ഉണ്ണിത്താനായാലും ബെന്നി ബെഹനാനായാലും ഒക്കെ വലിയ കരുത്തന്മാരായ ആളുകളാണ്, സീനിയർ നേതാക്കളാണ്. അവർ ഓരോ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമായി നിലനിന്ന ആളുകൾ കൂടിയാണ്. അതുകൊണ്ട് ഭരണം ലഭിച്ചാൽ ഉറപ്പായും പ്രധാന വകുപ്പുകൾ കൈയാളുന്ന മന്ത്രിമാരാവാം എന്ന പ്രതീക്ഷ ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് മടങ്ങിയെത്തണമെന്ന ഇവരുടെ ആഗ്രഹം ഇവർ പരസ്യമായി തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ഇവർ MP-മാരായി നിലവിൽ തുടരുന്നവർ MLA-മാരായി മത്സരിക്കുന്നതിൽ ഹൈക്കമാൻഡ് എത്രമാത്രം അനുകൂലമായ നിലപാട് സ്വീകരിക്കും എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഒഴിവ് എങ്ങനെ നികത്തും എന്നതാണ് ഏറ്റവും പ്രധാന ഒരു തിരിച്ചടി മാറുന്നത്. കാരണം കേരളത്തിൽ നിന്നുള്ള MP-മാരുടെ എണ്ണം ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പാർലമെൻറ്റിലെ പ്രകടനത്തിൽ ഏറെ നിർണായകമായി മാറുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ കേരളത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരുപക്ഷെ സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയായി മാറും എന്നത് ആണ് ഏറ്റവും പ്രധാന ഘടകം. ഒപ്പം ഈ ജനഹിതം എങ്ങനെയാവും എന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനിറങ്ങുമ്പോൾ MP സ്ഥാനം വലിച്ചെറിഞ്ഞ് വീണ്ടും MLA ആവാൻ നേതാക്കൾ പോകുന്നത് ജനം എങ്ങനെ വിലയിരുത്തുമെന്ന ചോദ്യമുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ഷാഫി പറമ്പിലടക്കം നിയമസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആളുകൾ പാർലമെൻറ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കാണുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പാർലമെൻറ്റിലേക്ക് പോയാൽ വീണ്ടും നിയമസഭയിലേക്ക് പോകുന്നതിനെ ജനം എങ്ങനെ വിലയിരുത്തുമെന്ന ചോദ്യമാണ്. ഒപ്പം ഈ മുതിർന്ന നേതാക്കൾ പാർലമെൻറ്റിലേക്ക് പോകുമ്പോൾ ഒരുപറ്റം യുവ നേതാക്കൾക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം ലഭിക്കുമെന്നതാണ് ഏറെ അനുകൂല ഘടകമായി വിലയിരുത്തുന്നത്. ഒപ്പം നിലവിൽ നിയമസഭാ സാമാജികരായി മറ്റും നിൽക്കുന്ന യുവനിരയ്ക്ക് മന്ത്രിമാരാവാനും മറ്റുമൊക്കെയുള്ള അവസരം ലഭിക്കുമെന്നതും ഉണ്ട്. അതുകൊണ്ട് ഈ അനുകൂല ഘടകം മറികടന്ന് വീണ്ടും MP-മാരായവർ കേരളത്തിലേക്ക് മടങ്ങിയെത്തിയാൽ അത് മോശം ഇമേജ് ഉണ്ടാക്കും എന്നാണ് യുവനിര പറയുന്നത്. അതുകൊണ്ട് യുവനിരയുടെ എതിർപ്പ് ഇക്കാര്യത്തിൽ നിർണായകവുമാണ്. നിലവിൽ ഇത് സംബന്ധിച്ച യാതൊരു ചർച്ചകളും നടക്കുന്നില്ല എന്നാണ് നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത്. പക്ഷേ അടൂർ പ്രകാശ് അടക്കമുള്ളവർ പറയുന്നു പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കും. ഇക്കാര്യത്തിൽ പാർട്ടിയാണ് അവസാന നിലപാടെടുക്കേണ്ടത്. കേന്ദ്രത്തിൽ ഇപ്പോൾ തുടരുന്ന നേതാക്കളിൽ പലർക്കും കേരളത്തിലേക്ക് മടങ്ങിയെത്തണമെന്ന ആവശ്യമുണ്ട് എന്നും പറയുന്നു. എന്തായാലും വരും ദിനങ്ങളിൽ വലിയ ചർച്ചയായി തന്നെ ഈ വിഷയം മാറുമെന്ന കാര്യം ഉറപ്പാണ്. MS സനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. നമുക്കിനിയും 9 മണിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റിലേക്ക് പോകാം. മുകളിൽ ഒരാളുണ്ട്. ഇന്ന് കൊട്ടാരക്കര ബീവറേജസിൽ നടന്ന ഒരു അതിക്രമത്തിൻ്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മുടെ സെഗ്മെന്റിൽ. കൊട്ടാരക്കര ബെവ്കോ ഔട്ട്ലെറ്റിൽ മാനേജർക്ക് നേരെയാണ് മദ്യം വാങ്ങാനെത്തിയ ആളുടെ ആക്രമണമുണ്ടായത്. ബിയർ കുപ്പികൊണ്ട് മാനേജറുടെ തല അടിച്ചു പൊട്ടിച്ചു ഇയാൾ. മർദ്ദന ദൃശ്യങ്ങൾ ന്യൂസ് 18 കിട്ടി. ആ ദൃശ്യങ്ങളിലേക്ക്. പിടിച്ച് വലിച്ചു കിട്ടുക അവരവിടെ നിന്നതാണ്. എന്നാൽ അവിടെ നിന്നും അടുത്തമാരും ആയിട്ടില്ല. അപ്പോഴത്തേക്ക് പോലീസിനെ വിളിക്കാനായിരുന്നു. മദ്യം ചോദിച്ചു വാങ്ങുന്നതിനിടയിൽ പെട്ടെന്ന് പ്രകോപിതനായ ഈ വ്യക്തിയാണ് ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതിനുശേഷം ഇയാൾ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ ജീവനക്കാർ ഇയാളെ പുറത്തേക്ക് വിടാൻ തയ്യാറാകുന്നില്ല. പിന്നീട് ബലം പ്രയോഗിച്ച് വാതിൽ പൊളിച്ച് ഇയാൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ഇയാളെ പോലീസ് പിടികൂടുകയും ചെയ്തു. ഇടവേള. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല.
ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന എന്ന രീതിയിൽ ഇപ്പോൾ അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമ ചേർത്തലയിലെ തിരോധാനങ്ങളിൽ പോലീസും പ്രതിക്കൂട്ടിൽ. ചേർത്തലയിലെ തിരോധാനങ്ങളിൽ പോലീസും പ്രതിക്കൂട്ടിലാണ്. ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസ് അന്വേഷണം പണം വാങ്ങി അട്ടിമറിച്ചതായാണ് ബിന്ദുവിന്റെ സഹോദരൻ ആരോപിക്കുന്നത്. കേസിന്റെ തുടക്കത്തിൽ ആഭ്യന്തര വകുപ്പിന് നൽകിയ പരാതി ആലപ്പുഴ SP ആയിരുന്ന S. സുരേന്ദ്രൻ മുതൽ കുത്തിയതോട് SHO ഷാജിമോൻ വരെയുള്ളവർ പണം വാങ്ങി അട്ടിമറിച്ചുവെന്നാണ് സഹോദരൻ പ്രവീണിന്റെ ആരോപണം. സർക്കാർ സമഗ്ര അന്വേഷണം നടത്തണമെന്നും ഇല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും ബിന്ദു പത്മനാഭന്റെ സഹോദരൻ ന്യൂസ് 18നോട് പറഞ്ഞു. ബിന്ദു പത്മനാഭൻ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഗുരുതര ആരോപണമാണ് ബിന്ദുവിന്റെ സഹോദരൻ ഉന്നയിക്കുന്നത്. 2017 കാലയളവിൽ ഈ കേസ് അന്വേഷിച്ച ചേർത്തലയിലെ അന്വേഷണ സംഘത്തിനെതിരെയാണ് വലിയ ആരോപണവുമായി അദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത്. പ്രവീൺ ഇതിനകത്ത് വ്യക്തമാക്കുന്നത്, അതായത് കേസ് തുടക്കം മുതൽ തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ്. 2017 ആഭ്യന്തര വകുപ്പിനാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയത്. ആ പരാതി വളരെ ഗൗരവത്തോടെ, അതായത് സ്വന്തം സഹോദരിയെ കാണാനില്ല എന്ന് മാത്രമല്ല, സഹോദരിയുടെ പേരിലുള്ള കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ ആര് തട്ടിയെടുത്തു, എങ്ങനെ അത് കൈവശമാക്കി, ഒപ്പം തന്നെ ബിന്ദുവിന് പകരം ജയ എന്ന സ്ത്രീയെ കൊണ്ടുവന്ന രജിസ്ട്രേഷനായി ഹാജരാക്കി ജയയുടെ വീട് എവിടെ എന്നതടക്കമുള്ള ഗൗരവകരമായ പരാതിയാണ് നൽകിയതെന്നാണ് പ്രവീൺ പറയുന്നത്. എന്നാൽ അതിൽ സംബന്ധിച്ച ഗൗരവമുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ആഭ്യന്തര വകുപ്പിന് നൽകിയ പരാതിയിൽ ഫയൽ നമ്പർ ഇട്ട് വന്ന കേസ് പട്ടണക്കാട് പോലീസിലേക്ക് വന്നപ്പോൾ അത് കുത്തിയതോട് സിയുടെ നിർദ്ദേശാനുസരണം പട്ടണക്കാട് പോലീസ് കേസ് എടുക്കുന്നത് 70 ദിവസത്തിന് ശേഷമാണ്. എടപ്പള്ളിയിലെ സ്ഥലം മറിച്ചു വിറ്റ ആധാരത്തിന്റെ കോപ്പി, ആധാര നമ്പർ, ഈ ആരാണ് പകരക്കാരിയായിട്ട് വന്ന സ്ത്രീ ജയ താമസിക്കുന്നത് കുറുപ്പങ്ങര ജംഗ്ഷന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു, ആളെവിടെയുണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ 7 പേജുള്ള ഒരു പെറ്റീഷൻ, ഒരു ലേഡി മിസ്സിംഗ് കേസാണ്. ഞാൻ നേരിട്ട് ബൈഹാന്റെ SHOയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് 70 ദിവസം കഴിഞ്ഞാണ് FIR. ഉള്ളി FIR. ഒരു മാൻ മിസ്സിംഗ് കേസിന്റെ, ലേഡി മിസ്സിംഗ് കേസിന്റെ FIR-ന് 70 ദിവസം കഴിഞ്ഞിട്ടാണ്. സെബാസ്റ്റ്യൻ എന്ന ക്രിമിനലിന് വെള്ളവും വളവും നൽകി വളർത്തിയതിന് ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം നൽകിയ പിന്തുണയുണ്ട് എന്നുള്ള ആരോപണം കൂടുതൽ ശക്തി പകരുകയാണ്. പ്രത്യേകിച്ച് ഇതിൽ അനുഭവസ്ഥനായ പ്രവീണിന്റെ വെളിപ്പെടുത്തൽ കൂടി പുറത്തോട്ട് വരുന്ന ഘട്ടത്തിൽ നമുക്കറിയാം, സെബാസ്റ്റ്യൻ ഈ കേസുമായി പോലീസിലേക്ക് എത്തപ്പെടുന്നത് ബിന്ദുവിന്റെ ഇടപ്പള്ളിയിലുള്ള കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ വിറ്റ പണവുമായാണ്. ആ പണം ഇത്തരത്തിൽ അന്വേഷണ സംഘത്തെ വലയിലാക്കാനും ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിനെ തന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനുമായി അയാൾ ഉപയോഗിച്ചു എന്നുള്ള ആരോപണം നേരത്തെ ആക്ഷൻ കൗൺസിലും ഉന്നയിച്ചിട്ടുണ്ട്. അതിന് കൂടുതൽ ശക്തി പകരുകയാണ് പ്രവീൺ ഈ പറയുന്ന കാര്യങ്ങൾ. എന്തായാലും പ്രവീണിന്റെ ആവശ്യത്തിന് മേൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും എന്ന് വേണം കണ്ടറിയാൻ. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കോതമംഗലത്തെ റമീസയുടെ ആത്മഹത്യയിൽ കൂടുതൽ അറസ്റ്റ്.
കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കൾ കസ്റ്റഡിയിലായി. ഇരുവരെയും തമിഴ്നാട്ടിലെ സേലത്ത് നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കേസിലെ 2ഉം 3ഉം പ്രതികളാണ് മാതാപിതാക്കൾ. റമീസിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഒളിവിൽ പോയവർക്കായി അന്വേഷണ സംഘം തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. ഇവർ രാവിലെയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഈ മാതാവും പിതാവും 2ഉം 3ഉം പ്രതിയാണ്. റമീസിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഒളിവിൽ പോയവർക്കായി അന്വേഷണ സംഘം തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. ഇന്ന് രാവിലെ തമിഴ്നാട്ടിലെ സേലത്ത് നിന്നുമാണ് ഇരുവരെയും പിടികൂടിയത്. കേസിൽ പിതാവ് റഹീം 2ാം പ്രതിയും മാതാവ് ഷെരീഫ 3ാം പ്രതിയുമാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. റമീസ് പിടിയിലായതിന് പിന്നാലെ ഇവർ ഒളിവിൽ പോകുകയായിരുന്നു. 1ാം പ്രതി റമീസിനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. മതപരിവർത്തനം അടക്കമുള്ള ആരോപണങ്ങൾ 3 പേർക്കെതിരെയുമുണ്ട്. അതിനാൽ ഇരുവരുടെയും ചോദ്യം ചെയ്യലും അനിവാര്യമാണ്. അന്വേഷണ പുരോഗതി അനുസരിച്ച് ഇവർക്കെതിരെ ആവശ്യമെങ്കിൽ വഞ്ചനാ കുറ്റം, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകളും ചുമത്തിയേക്കും. മരിച്ച വിദ്യാർത്ഥിനിയുടെ കൂട്ടുകാരിയുടെ മൊഴിയുടെയും റമീസിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച വാട്സപ്പ് സന്ദേശങ്ങളുടെയും മറ്റു വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. മാതാപിതാക്കളെ കസ്റ്റഡിയിലെടുക്കാത്തത് BJP അടക്കം രാഷ്ട്രീയ വിഷയമായി ഉയർത്തിയിരുന്നു. മതപരിവർത്തന പരാതിയും ഇതിൽ പാനായിക്കുളം ബന്ധവും പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട സിറോ മലബാർ സഭയും BJPയും ശക്തമായി രംഗത്തും വന്നിരുന്നു. ന്യൂസ് 18 കൊച്ചി. ഇന്ന് സഞ്ജു സാംസൺ മാധ്യമങ്ങളെ കണ്ടിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസമായി സഞ്ജു തലസ്ഥാനത്തുണ്ട്. ഇവിടെ ലീഗുമായി ബന്ധപ്പെട്ട് ഉള്ള തയ്യാറെടുപ്പുകളാണ് അദ്ദേഹമുള്ളത്. ഏഷ്യ കപ്പിൽ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമെന്നാണ് സഞ്ജുവിൻ്റെ പ്രതീക്ഷ. ഇപ്പോഴത്തെ ടൂർണമെന്റ് ഏഷ്യ കപ്പിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾക്ക് സഹായിക്കുമെന്നും സഞ്ജു പറഞ്ഞു. ഉറപ്പായിട്ടും വലിയ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി മാച്ചസ് കളിച്ചിട്ട്. അപ്പോൾ IPL കഴിഞ്ഞിട്ട് വലിയ കോമ്പറ്റീറ്റീവ് ഗെയിംസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ടൂർണമെന്റ് നടക്കുമ്പോൾ ഒരു ഏഷ്യ കപ്പിന് മുമ്പായിട്ടുള്ള നല്ലൊരു പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നു. നമുക്കിനിയും മറ്റൊരു പ്രധാനപ്പെട്ട സെഗ്മെന്റിലേക്ക് പോകണം. വൈറൽ കട്ട്സ്. ന്യൂയോർക്കിലുണ്ടായ ഒരു സംഭവമാണ് ഇത്. ന്യൂയോർക്കിലെ 2 പോലീസുകാരുടെ മിടുക്കുകൊണ്ട് ഒരു കുടുംബവും അവരുടെ നായയും വലിയ ഒരു തീയിൽ നിന്ന്, ഫയറിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ ദൃശ്യങ്ങൾ ഏറെ വൈറലായി. ഇവർ പെട്രോളിങ്ങിന് പോകുമ്പോഴായിരുന്നു, അവിടുത്തെ കോണി ഐലൻഡിൽ സമീപത്ത് പെട്രോളിങ്ങിന് പോകുമ്പോഴായിരുന്നു ഇത്തരത്തിൽ തീപിടിച്ച ഒരവസ്ഥ കണ്ടത്. അവർ പെട്ടെന്ന് സാഹസികമായി ഈ കുടുംബത്തെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇവരെ വലിയ അഭിനന്ദനമാണ് ഈ പോലീസുകാർക്ക് പൊതുസമൂഹത്തിൽ നിന്നും കിട്ടിയത്. പോലീസ് ഉദ്യോഗസ്ഥരും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഇവരെ അഭിനന്ദിച്ചു. ആ കാഴ്ച Anybody else in the house? Come on. Come on. Get all the way in the back. Back door. All the way in the back? All the way in the back door. I usually shed. We drove by, we saw the flames. Hopped the fence. You came to the back door. Your glasses on, no? Save our lives. Thank you. All right. So much. Guys. Feel better? So much. All right. We got it. They'll take care. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാനാധ്യാപകന്റെ അടിയേറ്റ് വിദ്യാർത്ഥിയുടെ കർണപുടം തകർന്നുവെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ ഇന്ന് കേസെടുത്തു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ബാലാവകാശ കമ്മീഷൻ ബേക്കൽ ഡിവൈഎസ്പിക്ക് നിർദ്ദേശവും നൽകി. അന്വേഷണത്തിന്റെ ഭാഗമായി ബാലാവകാശ കമ്മീഷൻ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തി മൊഴിയെടുക്കും. സ്കൂൾ അസംബ്ലിക്കിടെ 10ാം ക്ലാസ് വിദ്യാർത്ഥി കാൽകൊണ്ട് ചരൽ കൂട്ടിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ കർണപുടം തകർന്നു. സംഭവം വിശദമായി അന്വേഷിക്കാൻ മന്ത്രി V. ശിവൻകുട്ടി നിർദ്ദേശിച്ചു. കുട്ടിയുടെ കർണപുടം തകർന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പൊതുവിൽ എനിക്ക് പറയാനുള്ള അധ്യാപകരോടും രക്ഷകർത്താക്കളോടും പറയാനുള്ളത്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ സ്കൂളുകളിലും ഉണ്ടാവും. അധ്യാപകരെ അങ്ങനെ ശത്രുക്കളായി നമ്മൾ കാണേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അത്തരം എല്ലാ പ്രശ്നങ്ങളും ഒരു വലിയ വിവാദ പ്രശ്നങ്ങളാക്കി മാറ്റുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്ക് അത്ര ഗുണമല്ല. എന്നാൽ അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതായിട്ട് ശിക്ഷ അറിയിക്കുന്ന കുറ്റം ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ അതിന്റെ ഒരു നിയമം നോക്കി മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഒരു കാരണവശാലും കുട്ടികളെ ഉപദ്രവിക്കുന്ന നില ഉണ്ടാകാൻ പാടില്ല. ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ബേക്കൽ ഡിവൈഎസ്പിക്ക് നിർദ്ദേശം നൽകി. കമ്മീഷൻ നാളെ വിദ്യാർത്ഥിയെ സന്ദർശിക്കും. സംഭവം വിവാദമായതോടെ പ്രതിഷേധം ശക്തമായി. പ്രധാന അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും BJPയും
സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മർദ്ദനത്തെ തുടർന്ന് കർണപടം പൊട്ടിയതായും കേൾവിക്ക് തകരാർ സംഭവിച്ചതായും ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചെന്നും കുടുംബം പറയുന്നു. ഇതിനിടെ സംഭവം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമമുണ്ടായതായും ആരോപണമുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. സംസ്ഥാനത്ത് പാൽവില വർദ്ധിച്ചേക്കും. പാൽവില വർദ്ധിപ്പിക്കണമെന്ന് മിൽമയുടെ മേഖലാ യൂണിയൻ ചെയർപേഴ്സൺ മണി വിശ്വനാഥ് പറഞ്ഞു. വില കൂട്ടാതെ മുന്നോട്ട് പോകാനാവില്ല. ഓണത്തിന് ശേഷം വില വർധന പഠിക്കാൻ സമിതി നിയോഗിക്കുമെന്നും മണി വിശ്വനാഥ് വ്യക്തമാക്കി. ഓണത്തിന് മുമ്പ് വെളിച്ചെണ്ണ വില ഇനിയും കുറയുമെന്നാണ് മന്ത്രി GR അനിൽ ഇന്ന് പ്രകടിപ്പിച്ച ആത്മവിശ്വാസം. നാളെ കൊച്ചിയിൽ പ്രത്യേക യോഗമുണ്ട്. വ്യാജ വെളിച്ചെണ്ണയിൽ ജനങ്ങൾ പെട്ടുപോകരുതെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. ഇന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അത് ഇടതുമുന്നണിയുടെ കൺവീനർ TP രാമകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിടുന്നു എന്നുള്ളതാണ്. CPM 2 ടേം നിബന്ധന ഒഴിവാക്കിയാലും TP രാമകൃഷ്ണൻ ഇനി മത്സരിക്കില്ല. നമുക്കറിയാം, പേരാമ്പ്രയിൽ നിന്നുള്ള MLA ആണ് TP രാമകൃഷ്ണൻ. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SK സജീഷിനെയാണ് പാർട്ടി പേരാമ്പ്രയിൽ TPക്ക് പകരം പരിഗണിക്കുന്നത്. 2 വട്ടം മത്സരിച്ച് വിജയിച്ചവർക്ക് വീണ്ടും സീറ്റ് നൽകേണ്ടതില്ലെന്ന ധാരണയിൽ അയവ് വരുത്താൻ CPM ഒരുങ്ങുമ്പോഴും ഇക്കാര്യത്തിൽ പേരാമ്പ്ര മണ്ഡലത്തിൽ നിലപാട് മാറ്റേണ്ടതില്ല എന്നൊരു കാര്യത്തിലേക്ക് തന്നെയാണ് CPM എത്തുന്നത്. കാരണം കഴിഞ്ഞ 30 വർഷങ്ങളായി CPM മാത്രം ജയിച്ചു വരുന്ന ഒരു മണ്ഡലം, അക്ഷരാർത്ഥത്തിൽ ചുവപ്പ് കോട്ടയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയാവുന്ന ഒരു മണ്ഡലമാണ് പേരാമ്പ്ര. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TP രാമകൃഷ്ണൻ 22,000-ലധികം വോട്ടുകൾക്കാണ് മണ്ഡലത്തിൽ ജയിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഒരു പുതുമുഖത്തെ പരീക്ഷിച്ചാൽ ഫലത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ കഴിയില്ലെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് CPMനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ യുവമുഖമായ പേരാമ്പ്രക്കാരൻ തന്നെയായ SK സജീഷിനെ പരിഗണിക്കാൻ CPM ഒരുങ്ങുന്നത്. SFI തലം മുതൽ പേരാമ്പ്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരു ഇടതു പ്രവർത്തകനാണ് SK സജീഷ്. DYFലും FIലും പിന്നീട് ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായൊക്കെ പ്രവർത്തിക്കുമ്പോഴും വലിയ വേരുകൾ അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിലുണ്ട്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ പേരാമ്പ്ര കേന്ദ്രീകരിച്ച് സജീഷ് തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ CPMന് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകൾക്ക് അപ്പുറം കേരള കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൂടി എത്തിയതോടുകൂടി വലിയ ഒരു ഭൂരിപക്ഷം നേടാൻ പേരാമ്പ്രയിൽ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. നേരത്തെ മുതൽ പരിശോധിച്ചാൽ യൂത്ത് ഫ്രണ്ടിൻ്റെ നേതാക്കളാണ് പതിവായി പേരാമ്പ്രയിൽ നിന്നും UDFനെ പ്രതിനിധീകരിച്ച് ജനവിധി തേടിയിരുന്നത്. അത് റോഷി അഗസ്റ്റിനായാലും ജെയിംസ് സെക്കനാടനായാലും മുഹമ്മദ് ഇക്ബാൽ ആയാലുമൊക്കെ അവർ മത്സരിച്ച ഒരു പയറ്റി തെളിയുന്ന ഒരു കളരി കൂടിയായിരുന്നു പേരാമ്പ്ര. എന്നാൽ മുഹമ്മദ് ഇക്ബാൽ മത്സരിച്ച 2 വട്ടവും വോട്ട് വീതം വലിയ തോതിൽ കുറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. 4000 വോട്ടുകളും 1900 വോട്ടുകളിലേക്കുമൊക്കെ ഭൂരിപക്ഷം കുറയ്ക്കാൻ മുഹമ്മദ് ഇക്ബാലിന് കഴിഞ്ഞിരുന്നു. അതായത് കേരള കോൺഗ്രസ് വോട്ടുകൾക്ക് ഒരു നിർണായക സ്വാധീനം ചെലുത്താൻ പേരാമ്പ്ര മണ്ഡലത്തിൽ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസ് വോട്ടുകൾക്കൊപ്പം CPM വോട്ടുകൾ കൂടി ചേരുമ്പോൾ അനായാസമായ വിജയം ഇവിടെ നേടാൻ കഴിയും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് CPMനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ആളെ ഇറക്കിയുള്ള പരീക്ഷണത്തിലേക്ക് നീങ്ങുന്നതിന് വിസമ്മതമില്ല. ഒപ്പം നിലവിലെ MLA ആയ TP രാമകൃഷ്ണൻ 2006-ലും 2014-ലും 2021-ലുമാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. അദ്ദേഹം 3 തവണ മണ്ഡലത്തിൽ നിന്നും ജനപ്രതിയായി പോവുകയും ചെയ്തു. നിലവിൽ LDFന്റെ സംസ്ഥാന കൺവീനർ ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട തിരക്കുകൾ, നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടിയുടെ മറ്റ് പല ചുമതലകളും അദ്ദേഹത്തിന് ഒരുപക്ഷെ ഏൽക്കേണ്ടി വരും എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തവണ മണ്ഡലത്തിൽ ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുന്നത്. എന്തായാലും CPM ജില്ലാ ഘടകത്തിലും SK സജീഷിനെ മത്സരിപ്പിക്കുന്നത് സംബന്ധിച്ച ഒരു ധാരണ ഇതിനകം വന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. MS സനീഷ് കുമാറാണ് ഈ റിപ്പോർട്ട് പങ്കുവച്ചത്. നമുക്ക് 9 മണി വാർത്ത പൂർണ്ണമാകാനുള്ള സമയമായി. ഇനി പോലീസ് പെട്രോൾ കാണാം.